ഹായ് ഗായ്സ്, ഡെയിലി വ്ളോഗിലേക്ക് മാന്യപ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ രാഷ്ട്രീയക്കാരെ എല്ലാവരെയും നമ്മൾ ജയിപ്പിച്ച് വിടുമ്പോൾ അവർ നമുക്ക് തരുന്ന ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പൊളിറ്റിക്സ് അത് തന്നെയാണ്. അതായത് ഇന്നത്തെ കാലത്ത് പൊളിറ്റിക്സ് ഒരു മാഫിയ തന്നെയാണ്. അവർക്ക് വേണ്ടി മാത്രമല്ലാതെ ജനങ്ങളുടെ സംരക്ഷണങ്ങൾക്ക് വേണ്ടിയോ ഒന്നിനുമല്ല. ഒരു പൊളിറ്റിക്സ്, അതായത് പഴയ ഒരു നടനാണെന്ന് പറയാം. അതായത് സുരേഷ് ഗോപി ഇന്ന് അദ്ദേഹം നടനെന്ന ടാഗിലൊന്നും അല്ല നിൽക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ, അതായത് ഒരു പൊളിറ്റിക്സ് നേതാവ്. ആ ഒരു ടാഗ് മാത്രം നിലനിൽക്കുന്ന സുരേഷ് ഗോപി തൃശ്ശൂർ വാങ്ങുമ്പോൾ പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ തൻ്റെ നിലനിൽപ്പും കൂടി ഉറപ്പിച്ച് വേണം തൻ്റെ ദൗത്യം എന്ന് പറയുന്ന നിലപാട്. അത് ജനങ്ങൾക്ക് കണ്ണുനീര് മാത്രം കൊടുത്തുകൊണ്ടാവരുത്. ഒരമ്മ, കുറേ ആൾക്കാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു. യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ്റെ സ്വഭാവമാണ്. ഒരാൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് അവർക്ക് ചോദിക്കാനോ ഒന്നും അവകാശമില്ലാത്ത നീതികൾ. പറഞ്ഞത് ശരിയാണ്. ആ പ്രായമുള്ളവർ പറയുന്നതൊന്നും കേൾക്കാൻ പോലും സമയമില്ല. അതായത് സുരേഷ് ഗോപി അവരുടെ ബുദ്ധിമുട്ട് മന്ത്രിമാരോടല്ലാതെ മറ്റാരോടാണ് പറയുക? പോലീസുകാരെ പറയാൻ പറ്റില്ലല്ലോ. ഇതല്ല ഒരു ജനാധിപത്യം. ഈ ചൂട്ടത്തും മഴത്തും മറന്നുപോയാൽ മതി എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. 2 മാർച്ചിൽ നടന്ന സംഭവമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് 18 വർഷം ജോലി ചെയ്ത വ്യക്തികളാണെന്ന് തോന്നുന്നു. നീതി കൊടുക്കണം, അല്ലാതെ നീതി കേടല്ല മന്ത്രിമാരും അധികാരികളും ചെയ്യേണ്ടത്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാം വാങ്ങിച്ച് കെട്ടുക, പിന്നെ ഒന്നും നടപടി ചെയ്യണ്ട എന്നല്ല. ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു പൊളിറ്റിക്സ്. എല്ലാം ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി തന്നെയാണ്. ഇത്തരത്തിലുള്ള നീചമായ കാര്യങ്ങളും ഈ ലോകത്ത് നടക്കുന്നുണ്ട്. എല്ലാം ഒന്നിനു മാത്രം പുറത്ത് കെട്ടി നടക്കരുത്. ഈ നീതികേട്, പാവങ്ങളുടെ നീതി നേടും, അത് നീതിയാണ്. അത് അവർക്ക് കൊടുത്തിരിക്കണം. ഏത് മന്ത്രിയായാലും അതവരുടെ ഉത്തരവാദിത്തമാണ്.